റെഡ്മിയുടെ റെഡ്മി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി പാഡ് 2 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി പാഡ് 2 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ 2.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഈ ഒരു ടാബിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. മിക്കവാറും അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ടാബിൻ്റെ മിൻറ്റ് ഗ്രീൻ, ഗ്രേ, അതുപോലെ തന്നെ വയലറ്റ് എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G100 അൾട്ര എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് തിരക്കേടില്ലാത്ത ഒരു 4G പ്രോസസ്സറാണ്. വില ഒരു 10,000 ടു ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. ഇപ്പം ഫോണുകളുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഇത് ഓക്കെ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നതായിരിക്കും. ഈ ഒരു ടാബിൽ ബേസ് വേരിയൻറ്റിൽ 4GB റാം ആയിരിക്കും വരിക. പിന്നെ 8GB റാം വരെ ഇതിൽ വരുന്നതായിരിക്കും. 256GB ഇൻറ്റേർണൽ വരെയും വരും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ വരുന്നതായിരിക്കും. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഹൈപ്പറോയ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. പക്ഷെ ഒരു കാര്യമുണ്ട്, ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 9000 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 5-നാണ് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടാബിൻ്റെ വില ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റെഡ്മിയുടെ റെഡ്മി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.